നമുക്ക് ആരംഭമായിട്ട് ഒരു വേദവാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 2-ാമത്തെ അധ്യായം 29 തുടങ്ങി 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കണമേ. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമ്യോൻ അവരെ അനുഗ്രഹിച്ച് അവന്റെ അമ്മയായ മറിയോട് അനേക ഹൃദയങ്ങളെ വിചാരം വെളിപ്പെടേണ്ടത് ഇവനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളങ്ങളുമായി വെച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നാം വായിച്ച വേദഭാഗം കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശിമ്യോൻ പ്രവാചകൻ എന്ന് പറയുന്ന വളരെ വയോധികനായ പ്രായമായ മനുഷ്യൻ കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് മരിക്കുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അരുളപ്പാട് ലഭിച്ച ശിമ്യോൻ എന്ന് പറയുന്ന പ്രവാചകൻ യേശുവിന്റെ അമ്മയപ്പന്മാർ യേശു പൈതലായിരിക്കുമ്പോൾ ശുദ്ധീകരണ നിയമപ്രകാരം, മോശയുടെ ശുദ്ധീകരണ നിയമപ്രകാരം കുഞ്ഞിനെ ദൈവത്തിന് അർപ്പിക്കുവാൻ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ നടന്ന സംഭവമാണ് വായിച്ചത്. പരിശുദ്ധാത്മാവിനാൽ പ്രേരിതനായി ഈ മനുഷ്യൻ ദേവാലയത്തിലേക്ക് ചെന്ന് അമ്മയായ മറിയിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞ വേദഭാഗമാണെന്ന് വായിച്ചത്. ഇപ്പോൾ നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ശിമ്യോൻ കർത്താവായ യേശു ഈ ഭൂമിയിൽ ജനിച്ച് യേശുവിനെ കാണാതെ മരിക്കുവാനായിട്ട് ഈ പ്രവാചകന് സാധ്യമല്ല. അതാണ് അദ്ദേഹം പറയുന്നത്, നാഥ തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഈ മനുഷ്യൻ പറയുന്നത്, നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. ഇവിടത്തെ പറയുന്ന പ്രതിപാദ്യം എന്ന് പറയുന്നത്, ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയെ കുറിച്ചല്ല, മനുഷ്യന്റെ പാപ പരിഹാരാർത്ഥം മരിക്കുവാൻ വന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ രക്ഷ എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിനോ മറ്റു ഭാഗങ്ങൾക്കോ രോഗങ്ങളോ പീഡകളോ വന്നാൽ നാം അതിന് ഡോക്ടറുടെ അടുക്കൽ പോയി അതിന് ചികിത്സിക്കുവാൻ ഇടയായിത്തീരും. എന്നാൽ നമ്മുടെ ആത്മാവിന്റെ പാപം അല്ലെങ്കിൽ ആത്മാവിൽ വ്യാപരിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന പാപത്തിന് ഒരു പരിഹാര മാർഗം മാത്രമേ ലോകത്തിലുള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരിക്കൽ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ വീണിട്ട് ഇങ്ങനെ പറഞ്ഞു, യജമാനന്മാരെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? അവിടെ ദൈവദാസൻ പറയുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോൾ ഇവിടെ നാം കാണുന്ന കാര്യം എന്ന് പറയുന്നത്, യേശുക്രിസ്തുവിൽ കൂടെ മാത്രമാണ് മനുഷ്യന്റെ ആത്മാവിന്റെ ശാന്തി അഥവാ മനുഷ്യന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയുള്ളൂ. നമുക്ക് മറ്റൊരു വേദഭാഗത്തിലേക്ക് കടന്നു വരാം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 10-ാമത്തെ 9-10 വാക്യങ്ങൾ വായിക്കും. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് എന്ത് ചെയ്തു? രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് യേശു കർത്താവ് പറയുവാൻ ഇടയായിത്തീർന്നു. നമുക്ക് പരിചയമുള്ള വേദഭാഗമാണ്. കർത്താവായ യേശു
എരിഹോവിൽ കൂടെ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ യേശു എങ്ങനെയുള്ളത് കാണുവാനായിട്ട് വളരെ ആഗ്രഹിച്ചു. അത് വേദഭാഗം കൂടി ഒന്ന് എടുത്തു വായിക്കാം. 19:1 തൊട്ട്. അവൻ എരിഹോവിൽ എത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന പേരുള്ള ഒരു പുരുഷൻ യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ഈ എരിഹോ എന്ന് പറയുന്ന പട്ടണത്തിന്റെ ഒരു പ്രത്യേകത, ഒരിക്കൽ ശപിക്കപ്പെട്ട പട്ടണമാണ്. യോശുവ ആ പട്ടണത്തെ പറ്റി വായിക്കുന്നത്, എരിഹോ പട്ടണം പണിയുന്നവൻ ആദ്യം അതിന്റെ പട്ടണത്തിന്റെ കല്ല് വെക്കുമ്പോൾ അവന്റെ മകൻ മരിച്ചു പോകും. അങ്ങനെ അത് സംഭവിക്കുകയും ചെയ്തു. ഒരു ശാപത്തിന്റെ പട്ടണമാണ് എരിഹോ എന്നാണ് അവിടെ വായിക്കുന്നത്. ആ ശാപത്തിന്റെ പട്ടണത്തിലേക്ക് വലിയവനായ ദൈവം അഥവാ ശാപത്തെ മാറ്റി ഒരു അനുഗ്രഹം കൊടുക്കുവാനായിട്ട് കർത്താവായ യേശു എരിഹോവിൽ കൂടെ കടന്നു പോവുകയാണ്. ആ സന്ദർഭമാണ് നാം വായിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഏത് ശാപകരമായ അവസ്ഥയായിക്കൊള്ളട്ടെ, പ്രശ്നമായിക്കൊള്ളട്ടെ, വലിയ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, അതിനെ മാറ്റുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ നാം വായിക്കുന്നത്, ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഈ മനുഷ്യൻ യേശു ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ആഗ്രഹിച്ചു. ഇന്ന് ലോകത്തിൽ അനേകം ആളുകൾക്ക് യേശുവിനെ കാണുവാൻ അറിയുവാനായിട്ട് വലിയ ആഗ്രഹമുണ്ട്. പല ആളുകളും പല രീതിയിലാണ് യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ഈ മനുഷ്യന്റെ ഒരു പ്രത്യേകത, അവൻ വളർച്ചയിൽ എങ്ങനെയുള്ളവനായിരുന്നു? കുറിയവനായിരുന്നു. അവൻ ചെറിയ മനുഷ്യനായിരുന്നു. അവൻ പൊക്കക്കുറവുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് വലിയ പുരുഷാരം ഈ യേശുവിന്റെ ചുറ്റും നിൽക്കുന്നത് കൊണ്ട് ആ മനുഷ്യന് യേശു ക്രിസ്തുവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. അടുത്ത വാക്യങ്ങൾ വായിക്കാം. പുരുഷാര നിമിത്തം, വളരെ ശ്രദ്ധിക്കുക, പുരുഷാര നിമിത്തം യേശുവിനെ കാണുവാനായിട്ട് വളരെ ആഗ്രഹത്തോട് വന്ന ആ മനുഷ്യന് യേശുവിനെ കാണുവാനായിട്ട് സാധിച്ചില്ല. വളരെ ശ്രദ്ധിക്കുക, പലപ്പോഴും പുരുഷാര നിമിത്തം അനേകം ആളുകൾ യേശുവിനെ കാണുവാനായിട്ട് ആഗ്രഹമുണ്ട്. ചില ആളുകൾ നിമിത്തമായിട്ട് അവർക്ക് യേശുവിനെ കാണുവാൻ കഴിയാതെ അവർ നിരാശപ്പെടുന്ന ആളുകളുണ്ട്. ദൈവമക്കളെ, എന്നാൽ ഈ മനുഷ്യൻ തന്റെ ജീവിതത്തില് യേശുവിനെ കാണുവാനായിട്ട്, അവൻ എങ്ങനെയുള്ളവനെന്ന് അറിയുവാനായിട്ട് വളരെ ആഗ്രഹമുള്ളവനായതുകൊണ്ട് പുരുഷാര നിമിത്തം കാണാൻ സാധിച്ചില്ലെങ്കിലും അവൻ പിന്നോട്ട് പോയില്ല, അവൻ പുറകിലേക്ക് പോയില്ല. അവന്റെ ആഗ്രഹം അധികമായതുകൊണ്ട് എങ്ങനെയായാലും യേശുവിനെ കാണണം, അവനെ ഒന്ന് രുചിച്ചറിയണം, അവൻ ആരാണ്, അവൻ എങ്ങനെയുള്ളവനാണ്. ഈ വലിയ ആഗ്രഹം ഉള്ളിന്റെ ഉള്ളിലെ ഇവന്റെ വലിയ വാഞ്ച അവനെ അതിൽ നിന്ന് പിന്നോട്ട് വലിച്ചില്ല. അടുത്ത വാക്യങ്ങളൊന്ന് വായിച്ച്. അപ്പൊ ശ്രദ്ധിക്കുക, എന്നാൽ അവൻ എന്ത് ചെയ്തു? യേശു ക്രിസ്തു എരിഹോവിൽ കൂടെ നടന്നു വരികയാണ്. പുരുഷാരൻ നിമിത്തം ഈ സക്കായിക്ക് യേശുവിനെ കാണുവാൻ സാധിക്കുന്നില്ല. പല ആളുകളും യേശുവിനെ കാണുവാനായിട്ട് ജീവിതത്തിലേക്ക് വരുമ്പോൾ, അവർ തടസ്സങ്ങൾ വരുമ്പോൾ അവർ പിന്മാറി പോകുവാനിടയായിത്തീരും, അല്ലെങ്കിൽ വേണ്ട എന്ന് വെച്ച് പിറകിലേക്ക് പോകുവാനിടയായിത്തീരും. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെയുള്ളവനായിരുന്നില്ല. അവൻ ആഗ്രഹമുണ്ട്, എങ്ങനെയായാലും ഈ യേശുവിനെ ഒന്ന് അനുഭവിച്ചറിഞ്ഞിട്ടേ ഞാൻ എന്ത് ചെയ്യുള്ളൂ, പോകുകയുള്ളൂ എന്ന് അവൻ മനസ്സിൽ തീരുമാനിച്ചു. അവൻ പിറകിലേക്ക് പോയില്ല, അവൻ മുമ്പിലേക്ക് പോകുവാനിടയായി തീർന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ പലതായിട്ട് വരും. പല തടസ്സങ്ങൾ വന്നു എന്ന് വരാം. പക്ഷേ നാം പുറകിലേക്ക് പോകരുത്, പുറകോട്ട് നോക്കരുത്. ഒരിക്കൽ ന്യായവിധി ഭൂമിയിൽ വെളിപ്പെടുന്ന സമയത്ത് ദൈവത്തിന്റെ ദാസനായ ലോത്തിനോടും കുടുംബത്തോടും ദൈവം പറഞ്ഞു, ജീവരക്ഷയ്ക്കായിട്ട് നീ പർവ്വതത്തിലേക്ക് ഓടിപ്പോകാം, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. ലോത്തും കുടുംബവും സോദോം ഗോമോറയില് ദൈവം പാപം നിമിത്തം ആ ഭൂമിയെ, ആ ദേശത്തെ നശിപ്പിക്കുമ്പോൾ ദൈവത്തെ ഭയപ്പെട്ട കുടുംബത്തോട് പറഞ്ഞു, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ പറഞ്ഞ ദൂതൻ കൈക്ക് പിടിച്ച് അവരെ പട്ടണത്തിന് പുറത്തു കൊണ്ടുവന്നു. അവരോട് പറഞ്ഞൊരു കാര്യം, പുറകോട്ട് എന്ത് ചെയ്യരുത്,
തിരിഞ്ഞു നോക്കരുത്. നാം വേദഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അവിടെ ലോത്തിന്റെ ഭാര്യ നശിച്ചു പോകുന്ന, തീക്കായി സൂക്ഷിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ തീ കൊണ്ട് വെന്തുപോയിക്കൊണ്ടിരിക്കുന്ന ആ പട്ടണത്തിലേക്ക് തിരിഞ്ഞു നോക്കി അവൾ ഉപ്പുതൂണായിട്ട് നശിച്ചു പോകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവത്തിനായിട്ട് ഇറങ്ങി തിരിച്ചാൽ, ദൈവത്തെ നാം നോക്കി ഇറങ്ങി തിരിച്ചാൽ, നാം പുറകിലേക്കല്ല പോകേണ്ടത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, കഷ്ടങ്ങൾ വന്നെന്ന് വരാം, ജീവിതത്തില് മുന്നോട്ടുള്ള യാത്രയ്ക്ക് പല തടസ്സങ്ങൾ വന്നെന്ന് വരാം. എന്നാൽ യേശുവിനെ പിൻപറ്റിയാൽ, യേശുവിനെ മുറുകെ പിടിച്ചാല് നമുക്ക് നിത്യമായ വാസസ്ഥലത്ത്, കർത്താവ് ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ സഖായി എടുത്ത തീരുമാനം പോലെ പുറകോട്ട് പോകുവാൻ ഒരിക്കലും തീരുമാനിക്കരുത്. യേശുവിനെ കാണുവാൻ അവൻ മുമ്പിലേക്ക് തന്നെ ഓടി. അടുത്ത വാക്യം, മുമ്പോട്ടോടി അവന്റെ ബലഹീനത അവനറിയാം. ഈ പുരുഷാര നിമിത്തം, എന്റെ ശരീരത്തിന്റെ ഈ അവസ്ഥ നിമിത്തം യേശുവിനെ എനിക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ട് അവൻ ചെയ്തത്, അവനൊരു കാട്ടത്തിമേൽ കയറി. അടുത്ത വാക്യം, യേശു ആ വഴിയായിട്ട് വരികയായിരുന്നു. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മുകളിലേക്ക് നോക്കി. ശ്രദ്ധിക്കുക, യേശുക്രിസ്തു ഇവനെ മുമ്പ് കണ്ടിട്ടില്ല, ഇവനെ കുറിച്ച് അറിയില്ല. പക്ഷേ ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കുക, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവന്റെ ഹൃദയത്തിലെ ചിന്തകളെ, അവന്റെ ഭാവങ്ങളെ, അവന്റെ വിഷമതകളെ, അവന്റേതായിട്ടുള്ള എല്ലാം അറിയുന്ന ഒരു യേശു ഉണ്ട് എന്ന് നാം മറക്കരുത്. ഈ മനുഷ്യന്റെ തൊട്ടടുത്തെത്തിയപ്പോൾ, മുകളിൽ ഇരിക്കുന്ന കാട്ടത്തിയുടെ ചുവട്ടിലെത്തിയപ്പോൾ യേശു മുകളിലേക്ക് നോക്കുവാൻ ഇടയായി തീർന്നു. നോക്കുക, നമ്മെ അറിയുന്ന, നമ്മുടെ മാതാപിതാക്കൾ നമ്മെ അറിയുന്നതിനേക്കാൾ, നമ്മുടെ സഹോദരങ്ങൾ നമ്മെ അറിയുന്നതിനേക്കാൾ, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ ഒരു യേശു ഇന്നും ജീവിക്കുന്നു. ആ യേശു സഖായിയോട് പറയുകയാണ്, സഖായിയെ നീ എന്ത് ചെയ്യുക, വേഗം ഇറങ്ങി വാ. അപ്പൊ നോക്കി, യേശുവിനെ കാണുവാനായിട്ട് അവന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ വന്നപ്പോൾ അവൻ പിന്മാറിയില്ല. അവന്റെ ജീവിതത്തിൽ അവൻ പുറകോട്ട് പോയില്ല. അവൻ മുമ്പോട്ട് തന്നെ സ്റ്റെപ്പുകൾ വെച്ച് ആ കാട്ടത്തിന്മേൽ കയറിയാണെങ്കിലും യേശുവിനെ കാണണം, അവനെ ഒന്ന് അനുഭവിക്കണം എന്നുള്ള അവന്റെ വലിയ വാഞ്ച അവന്റെ ജീവിതത്തിന്റെ വിജയമായി തീർന്നു. നമ്മുടെ ജീവിതത്തില് മുന്നോട്ടുള്ള യാത്രയില് നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ, നിത്യമായ വാസസ്ഥലത്ത് എത്തണമെങ്കിൽ, നരകത്തിൽ നിന്ന് വിടുവിക്കപ്പെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് യേശുക്രിസ്തു പറഞ്ഞ മാർഗമാണ്. അത് ക്രൂശിന്റെ വചനമാണ്. അത് യേശുക്രിസ്തു മാത്രമാണ്. അപ്പോസ്തലന്മാർ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെയാണ്, മറ്റ് ഒരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ, മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. മനുഷ്യനെ രക്ഷയ്ക്ക്, അവന്റെ പാപത്തിൽ നിന്ന് രക്ഷയ്ക്ക്, മരണഭീതിയിൽ നിന്നുള്ള രക്ഷയ്ക്ക്, നിത്യമായ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്ക് ഒറ്റ നാമമേ ഉള്ളൂ. അത് യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്, ഈ ഭൂമിയിൽ നമ്മൾ ഒരുപാട് നാൾ ജീവിച്ചിരിക്കുമെന്നാണ്. എന്നാൽ മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കുമിളിയുടെ യാത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലോകത്തില് ഒരുപാട് കാലങ്ങൾ ചെയ്യുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു. എന്നാൽ അങ്ങനെയല്ല. മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. ദൈവമക്കളെ, നാം ഒരു കാര്യം ഓർക്കുക, നാം മരിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് പോകുന്നത്? ഈ ലോകത്തിലെ വാസം കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ ദൈവം തന്നിരിക്കുന്ന ആയുസ് കഴിഞ്ഞാല് നാം എവിടേക്കാണ് പോകുന്നതെന്ന് ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് തീരുമാനിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിന്റെ വചനത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്, ക്രൂശിക്കുന്ന സമയത്ത്, യേശുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഇപ്പുറത്തും രണ്ട് കള്ളന്മാർ കിടപ്പുണ്ട്. ഒരു കള്ളൻ, ഒരു ദുഷ്പ്രവൃത്തിക്കാരൻ യേശുവിനെ പറ്റി പറയുന്നത്, നീ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തു, നീ അനേകർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു, ഇപ്പോൾ നീ ക്രൂശിൽ കിടക്കുകയാണ്, നിന്നെ തന്നെ എന്ത് ചെയ്യുക, രക്ഷിക്ക, ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടുകൊണ്ട് അപ്പുറത്തും ഒരു കള്ളൻ കിടപ്പുണ്ട്. അവൻ ഈ യേശുവിനെ പരിഹസിച്ച കള്ളനോട് പറഞ്ഞു, നാം സമശിക്ഷാവിധിയിലായിട്ടും നീ ഇങ്ങനെയോ പെരുമാറുന്നതെന്ന് പറഞ്ഞ് അവന്റെ വായടക്കി. അതിനുശേഷം ആ കള്ളൻ യേശുവിനെ നോക്കി പറയുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. അപ്പൊ നോക്കിക്കേ, അവൻ മരിക്കുവാനായിട്ട് പോവുകയാണ്.
മരണം അവന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. മരിക്കുമെന്ന് അവനറിയാം. പക്ഷേ ഒരു കാര്യം അവന് മനസ്സിലായി, എന്റെ അടുക്കൽ കിടക്കുന്ന ഈ യേശു മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനാണ്. ഇവൻ ദൈവപുത്രനാണ്. മരണത്തിന്റെ താക്കോല്, പാതാളത്തിന്റെ താക്കോൽ കയ്യിലുള്ളവനാണ് എന്റെ അരികത്ത് കിടക്കുന്ന മശിഹ എന്നുള്ള ആ വെളിപ്പാട് ഒരു കള്ളൻ ലഭിപ്പാട്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. നോക്കുക, രണ്ട് മനുഷ്യർക്ക് തങ്ങളുടെ ജീവിതത്തിൽ അവസരം കിട്ടി. ഒരുത്തൻ യേശുവിനെ തള്ളിക്കളഞ്ഞു, എന്നാൽ മറ്റവൻ കിട്ടിയ അവസരം അവൻ ഉപയോഗിച്ചു. അവൻ യേശുവേ എന്ന് വിളിച്ചു. യേശു എന്ന വാക്കിന്റെ അർത്ഥം അവനെ അവന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മുടെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നവനാണ് ഈ യേശു. അവൻ യേശുവേ എന്ന് വിളിച്ച് ഏറ്റുപറഞ്ഞ് യേശു ഉടനെ പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിരിക്കും. നോക്കുക ദൈവമക്കളെ, ഒരുത്തൻ മരിച്ച് നരകത്തിലേക്ക് പോയപ്പോൾ തൊട്ടടുത്ത് കിടന്ന മനുഷ്യൻ മരിക്കുമെന്ന് അവന് നന്നായിട്ട് അറിയാം. അവൻ ആ സമയത്ത് അവന്റെ ജീവിതത്തിൽ പാപബോധമുണ്ടായി. അവൻ യഥാർത്ഥ രക്ഷകനെ കണ്ടുമുട്ടി. തന്നെ നരകത്തിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ആ ദൈവപുത്രനെ വിളിച്ചപേക്ഷിച്ച് അവൻ പർദീസയിലേക്ക് കടന്നുപോയി. അപ്പോൾ ഈ രക്ഷ എന്നുള്ളത് നിത്യമായ മരണത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനമാണ് രക്ഷ എന്ന് പറയുന്നത്. ആകയാൽ ഈ രക്ഷ പ്രാപിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഈ വേദവചനം വായിച്ച് അവസാനിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 19-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. സഖായിയെ, നീ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ എന്ത് ചെയ്യണം? അപ്പൊ നോക്കിയേ, ഈ മനുഷ്യന് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? യേശു എങ്ങനെയുള്ളവനെന്ന് കാണണം. ഇത് മാത്രമായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ അവന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹത്തെ അറിഞ്ഞ യേശു പറയുകയാണ്, സഖായിയെ, ഇന്ന് നിന്റെ വീട്ടിൽ എന്ത് ചെയ്യണം? പാർക്കേണ്ടതാകുന്നു. നോക്കുക, ദൈവവുമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിതത്തിൽ നിരാശയും പാപത്തിന്റെ ഭാരവുമായിട്ട് കിടന്ന ഈ സഖായി അവന്റെ ജീവിതത്തിൽ ആശ്വാസത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ രക്ഷകനെ കണ്ടുമുട്ടുന്ന ദിനമാണ്, സന്ദർഭമാണ് നാം വായിച്ചത്. സഖായിയെ, നീ എന്ത് ചെയ്യുക? വേഗം ഇറങ്ങുക. യേശുവിന്റെ ഈ വിളി കേട്ടപ്പോൾ ദൈവമക്കളെ, അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവൻ പിന്നെ വരാമെന്ന് പറഞ്ഞില്ല, നാളെ വരാമെന്ന് പറഞ്ഞില്ല. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങിയാണ്. അവൻ ധൃതിയിൽ ഇറങ്ങിയാണ്. അവൻ വേഗത്തിൽ ഇറങ്ങിയാണ്. കാരണം അവന് മനസ്സിലായി, എന്നെ വിളിക്കുന്നത് ദൈവപുത്രനാണ്. എന്റെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, എന്റെ ജീവിതത്തിലെ നിരാശകളെ മാറ്റി, എന്റെ ജീവിതത്തിലെ പാപത്തിന്റെ ഭാരം മാറ്റി വിടുവിക്കുന്നവനാണ് എന്നെ വിളിക്കുന്നത് മനസ്സിലായപ്പോൾ അവൻ ബന്ധപ്പെട്ട് വളരെ ധൃതിയിൽ യേശുവിന്റെ അടുക്കിലേക്ക് വരികയാണ്. ദൈവം നമ്മെ ഇങ്ങനെ വിളിക്കുമ്പോൾ, യേശുവിന്റെ വചനം നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ അതിനെ നാം തട്ടിക്കളയരുത്. ഒരിക്കലും ഇങ്ങനെ സംഭവിച്ച കാര്യമാണ്. ഒരു വലിയ സിനിമയിൽ അഭിനയിക്കുന്ന സ്ത്രീ യേശുക്രിസ്തുവിന്റെ വചനം കേട്ടു. അവൾക്ക് വലിയ പാപബോധമുണ്ടായി. യേശുവിനെ സ്വീകരിക്കണമെന്ന് അവൾക്ക് വലിയ ആഗ്രഹമുണ്ടായി. എന്നാൽ അവൾക്ക് മനസ്സിലായി, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാപവും വെച്ച് എനിക്കൊരിക്കലും യേശുവിനെ അനുഭവിപ്പാനായിട്ട് കഴിയില്ല. ആ ദൈവദാസന്റെ അടുക്കൽ വന്ന് അവൾ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അവൾ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് യേശുവിനെ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് മറ്റൊരു സിനിമ കൂടി അഭിനയിച്ച് തീരുവാനുണ്ട്. അതുകൂടെ തീർന്നിട്ട് ഞാൻ യേശുവിനെ സ്വീകരിച്ചു കൊള്ളാമെന്ന് ആ സ്ത്രീ ആ ദൈവദാസനോട് പറഞ്ഞു. ദൈവമക്കളെ, വളരെ ദുഃഖത്തോടെ പറയട്ടെ, ആ രാത്രി അവൾ പോകുന്ന സമയത്ത് തന്നെ ഒരു വാഹനം ഇടിച്ച് ആ സ്ത്രീ ലോകത്ത് നിന്ന് മരിച്ചു പോകുവാനിടയായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവത്തിന്റെ വചനം, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ മറ്റൊരവസരത്തേക്ക് മാറ്റിവെച്ചാൽ ആ അവസരം കിട്ടുമെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. അവസരം നമുക്കായിട്ട് നിൽക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ സഖായുടെ ജീവിതത്തിൽ അവൻ തീരുമാനമെടുത്തു, മറ്റൊരു സമയത്തേക്ക് മാറ്റുകയില്ല. ഈ യേശുവിനെ അനുഗമിക്കുന്നതിന്, ഈ യേശുവിനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇനി സമയം മാറ്റുകയില്ല എന്നുള്ള തീരുമാനം അവനുണ്ടായിരുന്നു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി
യേശുവിനെ അവൻ സ്വീകരിച്ചു. അവിടെ വായിക്കുന്നത്, അവൻ ബന്ധപ്പെട്ടിറങ്ങി സന്തോഷത്തോടെ കർത്താവിനെ കൈക്കൊണ്ടു. യോഹന്നാന്റെ സുവിശേഷം 1:12 പ്രകാരം വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ സ്വർഗത്തിലെ ദൈവം അധികാരം കൊടുത്തു. ഒറ്റ കാര്യം ചെയ്ത മതി. ദൈവപുത്രനായ യേശു കാൽവരി ക്രൂശിൽ മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഒരുത്തൻ വിശ്വസിച്ച് ആ യേശുവിനെ ഏറ്റുപറയുമ്പോൾ അവൻ ദൈവമകനായി. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ, സ്വർഗത്തിന്റെ അധികാരം, പാപത്തിന്റെ ഭാരം മാറി, പിശാചിന്റെ അടിമത്തം മാറി, നരക ഭീതി അവനെ വിട്ടുപോയി. അവൻ സ്വർഗീയ അവകാശിയായി തീരുകയാണ്. ഇവിടെ നാം കാണുന്നത്, അവൻ യേശുവിനെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അടുത്ത വാക്യം, കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സഖായിയോ നിന്ന് കർത്താവിനോട്, ഇതാ യേശുവിനെ കണ്ടുമുട്ടിയ അവന്റെ ജീവിതത്തിൽ വ്യത്യാസം വരികയാണ്. ദൈവമക്കളായി നാം ചിന്തിക്കേണ്ട കാര്യം, യേശുവിനെ ഒരുത്തൻ കണ്ടുമുട്ടിയാൽ അവന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. അവൻ കഴിഞ്ഞകാല ജീവിതത്തിൽ സഞ്ചരിച്ചതുപോലെ അവനെ സഞ്ചരിപ്പാനായിട്ട് സാധ്യമല്ല. കാരണം ഇത് വെളിച്ചമാണ്. വെളിച്ചത്തിലേക്ക് വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് വന്നപ്പോൾ അവന്റെ ജീവിതത്തിൽ അവൻ ചെയ്ത പാപങ്ങള്, അവൻ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന പാപ സ്വഭാവങ്ങള് വെളിപ്പെടുകയാണ്. യേശു പറഞ്ഞതായിട്ട് പറയില്ല. യേശുവിന്റെ സാന്നിധ്യം വരുമ്പോൾ നാം കാണുക, അവൻ പാപബോധമുള്ളവനായി മാറി. അവന്റെ ജീവിതത്തിലെ പാപത്തെക്കുറിച്ച് അവൻ അനുഭവിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അവൻ യേശുവിനോട് ഏറ്റുപറഞ്ഞു.